ഹായ് ഗൈസ്, ആശീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണല്ലോ വന്നേക്കണത്. അപ്പോൾ നമ്മൊരു പ്രൊഡക്റ്റ് ഇന്ന് ലുലുന്ന് വാങ്ങിച്ച്, അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന്. നമ്മളിത് പ്രൊഡക്റ്റ് പ്രൊമോഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ വീട്ടിലോട്ടൊരു സാധനം വാങ്ങിച്ച്, അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ ഇതാ കണ്ടോളൂ. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, ഇംപെക്സിൻ്റെ സൗണ്ട് ബാർ. ഇത് സത്യം പറഞ്ഞാൽ വാങ്ങിക്കണമെന്ന് വിചാരിച്ച് പോയതല്ല. ഞങ്ങൾ ഫാമിലി ആയിട്ടൊന്ന് ലുലുവിൽ പോയപ്പോൾ കണ്ടതാണ്. കണ്ടപ്പോൾ ഈ പറഞ്ഞാൽ ആദ്യം ഹൈപ്പർ മാർക്കറ്റിൽ കയറി ഇന്ന് കുറച്ച് പർച്ചേസ് ചെയ്ത് ലുലു കണക്കിലോട്ട് വന്നു. എ സി വാങ്ങിക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ലുലു കണക്കിലോട്ട് പോയത്. പക്ഷേ പിന്നെ നോക്കിയപ്പോൾ ഇതിൻ്റെ ഓഫർ സത്യം പറഞ്ഞാൽ 22,000 രൂപയുടെ ഒരു സാധനമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ 9,000 സംതിങ് 10,000-ന് ഈ സാധനം കണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പ്ലേ ചെയ്ത് വെച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് വാങ്ങിക്കണം, ഇങ്ങനത്തെ ഒരു സെറ്റ് വാങ്ങിക്കണമെന്നുള്ളത് തന്നെ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ്. ഇതല്ലാണ്ട് ഒരു 5.1 ചാനലിൻ്റെ ഒരു ഹോം തിയേറ്റർ സെറ്റ് വീട്ടിൽ ഈ വീടിൻ്റെ മേളിലിരിപ്പുണ്ട്. ടി വി മടക്കം എല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ അത് കുറേ വർഷങ്ങളായി വാങ്ങിച്ചിട്ട് ഇതുവരെ ചീത്തയായിട്ടൊന്നുമില്ല. ഇംപെക്സിൻ്റെ തന്നെ അതും ഇതുവരെ ലുലുവിൽ പോയി അപ്രത്യക്ഷമായിട്ട് വാങ്ങിച്ചാണ്. വാങ്ങിക്കണമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതല്ല. അത് ലുലു ഒക്കെ തുടങ്ങിയ സമയത്താണ് ആ ഇംപെക്സിൻ്റെ ആ ഒരു ഹോം തിയേറ്റർ സെറ്റ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇതപ്പോൾ എൻ്റെ കുറേ നാളത്തെ ഒരു സ്വപ്നം തന്നെയാണെന്ന് പറയാം. ഇത് വാങ്ങിക്കാൻ എന്താണ് പറഞ്ഞ പോലെ അമ്മയാണ് EMI അടക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു അൺബോക്സിങ്ങിലൂടെ നമുക്ക് പോകാം. നിങ്ങളും ജോയിൻ ചെയ്തോളൂ. നമുക്ക് തുറക്കാം. അൺബോക്സിങ് വീഡിയോ നിങ്ങൾ കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് ബ്ലൂടൂത്ത് മോഡ്, ഓക്സ്, പിന്നെ ഒപ്റ്റിക് ഫൈബർ കേബിൾ വെച്ച് നമുക്ക് ടി വിയിലോട്ട് കണക്ട് ചെയ്യാം. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ പിന്നെ ARC കേബിൾ എന്ന് പറഞ്ഞൊരു കേബിളുണ്ട്. ARC അല്ലെങ്കിൽ ഒപ്റ്റിക് കേബിൾ വെച്ചാണ് നമുക്ക് ടി വിയിൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റണത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒപ്റ്റിക് കേബിൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മൾ ടി വിയിൽ രണ്ടാമത് നോക്കിയിട്ട് അതിന് സ്യൂട്ടായിട്ടുള്ള ഒപ്റ്റിക് കേബിളാണ് നമുക്ക് അതനുസരിച്ച് വാങ്ങിച്ച് ഉപയോഗിച്ച് നമ്മുടെ ടി വിയിൽ യൂസ് ചെയ്യാം. ആൻഡ്രോയിഡ് ടി വിസ് മിക്ക ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ടി വിയിലും ആൻഡ്രോയിഡ് ടി വിയാണ്. അപ്പോൾ അത് നോക്കണം, ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി. പിന്നെ ഇതിൻ്റെ റിമോട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഇവിടെ വന്നത്. പെയർ ചെയ്യാനുള്ളത് മ്യൂട്ട്, ഇൻപുട്ട് ആക്കുമ്പോഴാണ് നമുക്ക് ഓരോ ഇതിങ്ങനെ ബ്ലൂടൂത്ത് മാറി ഒപ്റ്റിക്ക് അങ്ങനെ ഓക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ വന്നത്. പിന്നെ വോളിയം പ്ലസ് മൈനസ്, പിന്നെ അടിച്ചു കളയാനുള്ളത് റീസെറ്റ് ബട്ടൺ അടുക്കാണ് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ മ്യൂസിക് മോഡുണ്ട്, മൂവി മോഡുണ്ട്,
ഞാൻ മ്യൂസിക് മോഡ് വെച്ചപ്പോൾ കുഴപ്പമില്ല, അത് കൊള്ളാം. പക്ഷേ ഇത്തിരി പവറായിട്ട് വന്നത് ഈ പറഞ്ഞ പോലെ മൂവി മോഡാണ്. പിന്നെ ഈ ന്യൂസ് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല, അത് ഞാൻ നോക്കിയിട്ട് പറയാം. ഈ വീഡിയോയിൽ ചിലപ്പോൾ ഉണ്ടാവില്ല, എനിക്കറിയാൻ പാടില്ല. ഞാൻ മാനുവൽ നോക്കിയിട്ട് നമുക്ക് മാനുവൽ നോക്കിയാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. മാനുവലിനകത്ത് ഉണ്ടാവും, ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ ബാസ് പ്ലസ് മൈനസ്, പിന്നെ 3Dയും വലിയ ഗുണമായിട്ട് എനിക്ക് തോന്നിയില്ല. മൂവി മോഡ് ഇട്ട് സംഭവം പാട്ട് കേട്ടാലും സിനിമ ഞാൻ കണ്ടിട്ടില്ല, ടി വിയിലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ മൂവി മോഡ് അടിപൊളിയാണ് ഇതിൻ്റെ അകത്ത്. പിന്നെ TREB ഇതും എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിനകത്ത് അറിയാവുന്നത്. ഈ പറഞ്ഞ പോലെ ഇംപെക്സിൻ്റെ പറഞ്ഞ പോലെ സൗണ്ട് ബാർ BeatBeam SB8000 എന്നാണ് ഇതിൻ്റെ ആ ഒരു മോഡലിൻ്റെ പേര്. ഇതിന് പിന്നെ വാറണ്ടി എന്ന് പറയുന്നത് 1 year വാറണ്ടിയാണ് നമുക്ക് അവിടെ നിന്ന് തരുന്നത്. പിന്നെ EMI സ്കീമിലൂടെ നമ്മൾ എടുക്കുമ്പോൾ അവിടുത്തെ ഇതിൽ ഒരു ചെറിയൊരു ഇത്ര EMI ഇത്ര അടക്കണമെങ്കിൽ 1500 ഇത്തിരി എന്തോ അടക്കണമെങ്കിൽ ഫസ്റ്റായിട്ട് അടക്കണമെങ്കിൽ നമുക്ക് 4 വർഷത്തെ വാറണ്ടി അങ്ങനെ ഇതിനെന്തോ തന്നതാണ്. എല്ലാ പ്രൊഡക്ട്സിനും ഉണ്ടെന്ന് അറിയില്ല, അത് ഓരോ പ്രൊഡക്ട്സിനും വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയതാണ്. ഇത് ഇങ്ങനെ തന്നെ കിട്ടുമെന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നില്ല. ഇപ്പം ഞങ്ങൾ ഇന്ന് പോയി വാങ്ങിച്ച്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ വെള്ളിയാഴ്ച 26 ജാനുവരി റിപ്പബ്ലിക് ഡേ 2024, ഓക്കെ, ഡേറ്റ് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല, അതുകൊണ്ടാണ് ഞാൻ പറയണം. അപ്പോൾ ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഇന്നത്തേക്ക് ഇത്രയുള്ള ഈ വീഡിയോ, ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ്. പിന്നെ പ്രത്യേകം പറയാനുള്ളതാണ്, ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഇത് ആദ്യം പറയേണ്ട കാര്യം വരുന്നത് അവസാനമായി പോയി, അത് പോട്ടെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മാത്രമല്ല കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തേക്ക് പറയാൻ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ ആൻഡ് ഇത്രേ ഉള്ളൂ. അപ്പോൾ സൈനിങ് ഓഫ് ആഷീസ് വ്ലോഗ്. ഇനി ഒരു പുതിയൊരു വീഡിയോ വരുന്നത് വരെ സൈനിങ് ഓഫ് ആഷീസ് വ്ലോഗ്. ബൈ.